കെയർ ഓഫ് ആനന്ദി. ഞാൻ അതിൽ ലേറ്റ് ആയി പോയെന്ന് അറിയാം. ഇത് ഭയങ്കര പ്രിന്റിങ് ആയിരുന്ന സമയത്ത് എനിക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാണ് റിവ്യൂ ഇടാൻ. എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ബുക്കാണിത്. അതായത് ഇത് പ്രിന്റിങ് ആയിട്ട് വരുന്ന സമയത്തായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് നല്ല മതി, എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത്. അതിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബുക്സിൽ ഇത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വിചാരിച്ചു. അഖിൽ പി ധർമ്മജൻ്റെ രചനയിലുള്ള നാം കെയർ ഓഫ് ആനന്ദിയാണ് നമ്മളിന്ന് ബുക്ക് റിവ്യൂവിൽ പറയുന്നത്. ഞാൻ നമുക്ക് അങ്ങനെ ചെയ്ത് എനിക്ക് പരിചയമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ചെറിയ നമുക്ക് കാണാം, നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് നോവലാണ്. ഇതിനകത്ത് എൻ്റെ ജെന്യുയിനായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് ഞാൻ അതുപോലെ പറയാം. ഇതൊരു സിനിമാറ്റിക് നോവലാണ്. നമുക്ക് ഓരോരോ സീൻസ് കഴിയുമ്പോഴും, അതായത് ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പോഴും നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ മുമ്പിൽ അത് കഴിഞ്ഞു പോയതുപോലെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്ന അടുത്ത പോയിട്ട് അതേപോലെ നമ്മൾ മുമ്പിൽ കണ്ടതുപോലാണ് ഈ പുള്ളി ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വായിക്കണമെന്നുണ്ട്, അതായത് വായനയുടെ ഹോബിയെല്ലാം വായിക്കുന്ന ഒരാളല്ല, പക്ഷേ നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വായിക്കാം. ഒരു നോർമലായിട്ടുള്ള നോർമലായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങുന്നവരോ അങ്ങനെയൊക്കെ ആരുണ്ടെങ്കിലും ഈ ഒരു ബുക്ക് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ ഇടയിലുള്ള ഒരു ആളെ പോലെ അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് വന്നത്, എനിക്ക് വന്നത്. ഗൈസ്, ഞാൻ ഇപ്പോൾ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ക്യാമറയിലോട്ട് ഫോക്കസ് ആവുന്നില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം. ഞാൻ ക്യാരക്ടേഴ്സിനെയൊക്കെ പറ്റി പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മല്ലികയാണ്. എനിക്ക് അതുപോലെ തന്നെയാണ്. എനിക്ക് നായികയെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ക്യാരക്ടറാണ്. അതേപോലെ തന്നെ പുള്ളിക്കാരുടെ മറ്റേ ഡയലോഗ് എല്ലാം എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. നിന്റെ പേരിനൊപ്പം ബെഞ്ചിനെങ്കിലെല്ലാവരും സ്ഥാനം പിടിച്ചോട്ടെ, ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ഉണ്ടാക്കും. അതേപോലെ പുള്ളിക്കാർക്ക് ലാസ്റ്റ് വന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ അതേപോലെ തന്നെ ചെന്നൈ നഗരം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ചെന്നൈ പോയൊരു ഫീലാണ് ഈ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞാലും എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അന്നാണ് ഞാൻ വായിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ബർത്ത്ഡേ അന്ന് ഞാൻ വായിക്കാൻ തുടങ്ങി. ഒരു രാത്രി ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വായിച്ച് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചതാണ്. അപ്പോൾ എനിക്ക് ഓരോ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അത് ഇനി എന്താണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ വായിച്ചു. അന്ന് വായിക്കൊണ്ട് തീർത്തു. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ബുക്കാണ്. പിന്നെ അതുപോലെ ഞാൻ അഖിൽ പി ധർമ്മജൻ ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ബുക്ക് സമ്മാനിച്ചതിന്. അങ്ങനെ